ഹരിമുരളീരവം ഹരിതവൃന്ദാവനം പ്രണയസുധാമയമോഹന ഗാനം ഹരിമുരളീരവം ഹരിതവൃന്ദാവനം പ്രണയസുധാമയമോഹന ഗാനം ഹരിമുരളീരവം 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 ഹരിമുരളീരവം. മധുമൊഴിരാതെ നിന്നെ തേടി മധുമൊഴിരാതെ നിന്നെ തേടി അലയുകയാണൊരു മാധവ ജന്മം അറിയുകയായി അവനീ ഹൃദയം അരുണ സിന്ദൂരമായി കുതിരും മൗനം
നിൻ സ്വരമണ്ഡപ നടയിലുണർന്നൊരു പൊൻതിരിയായവനെരിയുകയല്ലോ. നിൻ പ്രിയ നർത്തനവനിയിലുണർന്നൊരു മൺതരിയായി സ്വയമുരുകുകയല്ലോ. സരി ഗരി ഗമ സരി ഗരി ഗമ ഗമ പദ 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 നി മ പദ പദ നി ധനി ധനി സരി മഗരി സനി സരി ഗ സ മഗരി സനി സരി ഗ സ മഗരി സനി സരി ഗ. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹന ഗാനം ഹരിമുരളീരവം. കളയമുനേ നീ കവിളിൽ ചാർത്തും മപഗര സനിദ പദനിര നിവപ മപദനി സരഗ മപദനി സരഗ മഗരിനെ ദനിര കളയമുനേ നീ കവിളിൽ ചാർത്തും കളഭനിലാപ്പൂ പൊഴിയുവതെന്തേ തളിർവിരൽ മീട്ടും വരവല്ലകിയിൽ തരള വിഷാദം പടരുവതെന്തേ പാടി നടന്നു മറഞ്ഞൊരു വഴികളിൽ ഈരനണിഞ്ഞ കരാഞ്ജലിയായി നിൻ പാതുകമുദ്രകൾ തേടി നടപ്പൂ ഗോപവധൂ ജനവല്ലഭനിന്നും. സരി ഗരി ഗമ സരി ഗരി ഗമ ഗമ പദ 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 നി മ പദ പദ നി ധനി ധനി സരി മഗരി സനി സരി ഗ സ മഗരി സനി സരി ഗ സ മഗരി സനി സരി ഗ. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹന ഗാനം ഹരിമുരളീരവം. മുരളീരവം ഹരിമുരളീരവം ഹരിമുരളീരവം ഹരിമുരളീ Kailaki, so proud of you. Kailaki. Very good. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ. Yes. Speechless. ഒന്നും പറയാനില്ല. അത്ര അടിപൊളിയായിട്ടാ പാടിയേ. ഞാനിങ്ങനെ ഓരോ ടൈം യശ് പാടുമ്പോഴും ഞാൻ ഇങ്ങനെ ജഡ്ജസിനെ തന്നെ ഇങ്ങനെ നോക്കുകയായിരുന്നു. അവരുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഒക്കെ
അത്ര ഹാപ്പിയാണ്. ഇന്ന് 3 വർഷമൊന്നും അല്ല സാർ, എത്ര വർഷം ആയുസ് നീട്ടി കിട്ടിയെന്ന് പറയണം എന്ന് എനിക്ക് അറിയില്ല. ഒരു 20 വർഷം നീട്ടി കിട്ടിയിട്ടുണ്ട്. സൂപ്പറായിരുന്നു യശ്. ഒന്നും പറയാനില്ല. നമ്മളൊക്കെ രോമാഞ്ചക കഞ്ചക്ക കുഞ്ചക്കരെ അത്രേ ഉള്ളൂ. ഒന്നും പറയാനില്ല. ഓർക്കസ്ട്ര സൂപ്പർ. ഓർക്കസ്ട്ര പറയേണ്ട കാര്യമില്ല. ഓർക്കസ്ട്ര മനോഹരം. സഞ്ജയ്ക്കും വലിയൊരു കൈയടി. ഓക്കെ, ദാസാറിനെ കാണിക്കാൻ ഒരാളെ കൂടെ കൊണ്ടുപോണ്ടി വരും ഇത് ഉറപ്പായിട്ടും. ഞാൻ ഡെഫിനറ്റ് ആയിട്ട് അയച്ചു കൊടുക്കും ദാസൻ, ഉറപ്പായിട്ട് അയച്ചു. ഓക്കെ ശരത് സർ. മക്കളെ ചക്കരെ, ഐ ലവ് യുടാ. എനിക്ക് വേറൊന്നും പറയാനില്ല. അസാധ്യമായിട്ട് പാടി നമ്മൾ എന്താ പറയണ്ടേ, ഇമോഷണലായി പോയി സത്യം പറഞ്ഞാൽ. കാര്യം ഓരോ സംഗതി നീ അത് അതിന്റെ ആത്മാവ് അറിഞ്ഞ് പഠിച്ചാൽ മാത്രം പോലെ അത് എക്സിക്യൂട്ട് ചെയ്യണ്ടേ. അത് നല്ല ക്ലീൻ ആയിട്ട് പാടി. അത് നല്ല സുഖമായിരുന്നു കേൾക്കാൻ. നമ്മുടെ മനസ്സിൽ അതൊരു സന്തോഷമാണ്. നിങ്ങൾ സൂപ്പറാകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് പോലും കിട്ടത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഞങ്ങൾക്ക് ഇത് കേട്ടിട്ട് നമ്മളിവിടുന്ന് നിലവിളിക്കുക സവാഷും ബലയും. അത് അവസാനം അത് കേട്ടോണ്ടിരിക്കുക എല്ലാവരും. ഒരു വക പറയാനില്ല. ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. എന്തൊക്കെയാലും രവീന്ദ്രൻ മാഷിൻ്റെ ആത്മാവ് ഡെഫിനറ്റായിട്ട് സന്തോഷിക്കുന്നുണ്ടാവും. വേറൊന്നും പറയാനില്ല. ഒരിക്കലും അതൊരു സന്തോഷമാണ്. ഇത് ഞാൻ ഡെഫിനറ്റായിട്ട് നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടന് അയച്ചു കൊടുക്കുന്നതായിരിക്കും. നമുക്ക് നിനക്കും കൂടെ വന്ന് ദാസേട്ടനെ കാണാം. യശേ, ലവ് യു സോ മച്ച്. യശേ, ഹലോ സാർ. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ്, 2007 മുതൽ ഈ വർഷം 2026 വരെ ഏകദേശം 25 വർഷത്തോളം റിയാലിറ്റി ഷോയിലിരുന്ന് ഈ പാട്ട് പലരും പാടുന്ന കേട്ടിട്ടുണ്ട്. റിയാലിറ്റി ഷോയിൽ മാത്രമല്ല, ദാസേട്ടനെ അനുകരിച്ച് പലരും, പല പ്രഗത്ഭരും അല്ലാത്തവരും ഇത് സ്റ്റേജിലും ബാക്കി എല്ലായിടത്തും പാടുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് ആ സംഗതികൾക്കൊന്നും ഒരു കോട്ടവും തട്ടാതെ നല്ല കൃത്യമായിട്ട് പാടി കേൾക്കുന്ന ഞാൻ യേശുവിൻ്റെ എന്നാണ് ആദ്യമായിട്ട്. ലോങ് ഇയേഴ്സ്. ഇതൊരിക്കലും രവീന്ദ്രൻ മാഷ്ട ആത്മാവ് മാത്രമല്ല, ഗിരീഷ് പുത്തഞ്ചേരിയുടെ ആത്മാവും കൂടെ രണ്ട് സൈഡിലായിട്ട് അവിടെ നിൽപ്പുണ്ട്. മറ്റുള്ള എല്ലാ സംഗീത സംവിധായകരുടെ ആത്മാക്കൾ ഉണ്ടായിരുന്നു കാണും. ഭാവം ആഹാ, അതിമനോഹരം ഭാവം, ഒരു രക്ഷയില്ല. ഇവിടെ ഞങ്ങൾ ഇവിടെ നിന്ന് എന്തൊക്കെയോ എനിക്കറിഞ്ഞൂടെ എന്തൊക്കെയോ കാണിക്കായിരുന്നു. ഹലോ ഹാ ഈ എന്നൊക്കെ പറഞ്ഞു. എന്ന് വേണ്ട, നമുക്ക് ബലയും സഭാഷം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റഫ് തീർന്നു. എന്തായാലും മനോഹരമായിരുന്നു. പക്ഷെ യശ് കരയേണ്ട കാര്യമൊന്നുമില്ല, സംഭവിക്കും. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ വിഷമമുണ്ട്. പ്ലീസ് സർ. അത് ഞാൻ പറഞ്ഞാൽ ചെയ്തു തരൂ? ഉറപ്പായിട്ടും. ഇത് 6-ാം തമ്പുരാൻ എന്നുള്ള ചിത്രമാണ്, മോഹൻലാലാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രസിദ്ധമായിട്ടുള്ള ഡയലോഗുണ്ട് തുടക്കത്തിൽ. മോഹൻലാലിൻ്റെ പാട്ട് പഠിക്കാൻ വേണ്ടി മടയിൽ പോയതും അങ്ങനത്തെ ഒരു സംഭവം, അതും കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉറപ്പായിട്ടും അറിയോ അത്? നമ്മുടെ മോഹൻലാൽ ഫാൻസിനോടൊന്ന് ഇഷ്ടം. സംഗീതം അറിയുന്തോറും അകലം കൂടുന്ന മഹാസാഗരം, അലഞ്ഞിട്ടുണ്ട് അതും തേടി. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രമെണ്ണി കിടന്നവന് ഒരു വെളിപാടുണ്ടാകുന്നു. എന്താ? ഗ്വാളിയർ. ഘറാന മാജിക് പീകോക്കിനെ കുറിച്ച് അറിയാൻ ചെന്നപ്പെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ. ഉസ്താദ് ബാദ്ഷാ ഖാൻ. മൂപ്പര് നല്ല ഫിറ്റാണ്. എന്താ സംഭവം? നല്ല എ ക്ലാസ് ഭാഗ്. ആവശ്യം അറിയിച്ചപ്പോൾ ഗുരുദക്ഷിണ ചോദിച്ചു. ഊരുതണ്ടിയുടെ ഓട്ടക്കീശയിൽ എന്താണ് കാണാൻ? ഒന്നുമില്ല. സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദർബാർ രാഗത്തിലൊരു സാധനം അങ്ങോട്ട് അലക്കി. പാട്ട് മുഴുവിക്കാൻ വിട്ടില്ല, ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചു. പിന്നെ ഹൃദയത്തിൽ സംഗീതവും സിരകളിൽ ഭാംഗവുമായി കാലം ഒരുപാട്. ഒടുവിൽ ഒരു നാൾ ഗുരുവിൻ്റെ ഖബറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര തുടരും. ഇന്നും തീരാത്ത യാത്ര. സഫറോ കി ജിന്ദഗി ജോ കഭി നഹി ഖതം ഹോ ജാതി ഹൈ. ശംഭോ മഹാദേവ. താങ്ക് യു വെരി മച്ച്. യശ ഇപ്പോഴാണ് ആ പാട്ട് കംപ്ലീറ്റ് ആയത്. ലവ് യു. എടാ, ഐ എം പ്രൗഡ് ഓഫ് യു ഡാ. സർ, താങ്ക് യു സർ. ഞാനിവിടെ അങ്ങനെ ഒരു ടീം ഒന്നും കാണുന്നില്ല. നീ ടോപ്പ് 3-ൽ ഉണ്ടാവും. 100% ഇങ്ങനെയാണ് പോകണമെങ്കിൽ ടോപ്പ് 3-ൽ
യു വിൽ ബി ദർ. താങ്ക് യു സോ ഒരു സംശയമില്ല. ഒന്ന് ഇങ്ങനൊരു പാട്ട് ചൂസ് ചെയ്യാന്ന് പറയുന്നത് തന്നെ അതിന് ഒരു ധൈര്യം വേണം. എസ്പെഷ്യലി മുംബൈയിൽ ഉള്ള ഒരാള് ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് മെനക്കെട്ട് പഠിച്ചിട്ട് ഇതിവിടെ വന്ന് ഇതുപോലെ പെർഫോം ചെയ്യണമെങ്കിൽ അതിന്റെ പുറകിലെ ഹാർഡ് വർക്ക് ഒക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഔട്ട്സ്റ്റാൻഡിങ്, വേറെ ഒന്നും പറയണ്ട. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക ചേച്ചി. സോ പ്രൗഡ് ഓഫ് യു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ സെലക്ട് ചെയ്ത ആദ്യമായിട്ട് ഈ കോമ്പറ്റീഷന് വന്ന് സെലക്ട് ചെയ്ത ഒരു വ്യക്തി ദാ ഇത്ര മനോഹരമായിട്ട് പാടിയ ഒരു ജൈത്ര യാത്രയിലാണെന്നുള്ളത് കാണുമ്പോഴും കേൾക്കുമ്പോഴും വലിയ സന്തോഷം. മനോഹരം യശ്, മറ്റൊന്നും പറയാനില്ല. കാരണം ഈ പാട്ടിനകത്ത് യശ് കൊടുത്ത ഫീൽ ഉണ്ട്. കാരണം സംഗതികൾ എങ്ങനെയെങ്കിലും പാടുക എന്നുള്ളത് മാത്രമല്ല, യശ് ആ സംഗതികൾക്ക് കൊടുത്ത ഒരു ഫീല്, സ്വരങ്ങൾ പാടുമ്പോൾ സ്വരങ്ങൾക്ക് കൊടുത്തൊരു ഫീല്, പെർഫെക്ഷൻ, ഇതെല്ലാം 100 out of 100 ആണ്. എന്തായാലും ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് ഏ യു. പാറു, ആ ഒരു നിമിഷം എനിക്ക് അവനെ ഒന്ന് കെട്ടിപ്പിടിക്കും. ഓ വാ സർ. കാര്യം എനിക്ക് എന്തൊക്കെ ചെയ്താലും ആ ഒരു സന്തോഷം തീർന്നു. അപ്പൊ എന്തൊക്കെയല്ലേ ചക്കരെ, അത്രേ ഉള്ളു പറയാൻ. നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ചു. ലവ് യു. അപ്പൊ നമുക്ക് മാർക്കോ മണ്ഡപനടയിലുണർന്നൊരു പൊൻതിരിയായവനെരിയുകയല്ലോ, നിൻ പ്രിയ നർത്തന വലിയിലുണർന്നൊരു മൺതരിയായി സ്വയം ഉരുകുകയല്ലോ. ഞാൻ അങ്ങോട്ട് വരികയാണ്. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയ സുധാമയമോഹന ഗാനം ഹരിമുരളീരവം. അങ്ങനെ യശും അതെ. പ്രീ ക്വാർട്ടറിൽ നിന്ന് ക്വാർട്ടറിലേക്ക് കയറിയിരിക്കുകയാണ്. സെക്കൻഡ് കണ്ടസ്റ്റന്റ്. അപ്പൊ യശേ ഓക്കെ, അപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിൽ ഇനി ക്വാർട്ടറിലേക്ക് പോകുന്ന 2 കണ്ടസ്റ്റന്റ്സ് സ്നേഹ ആൻഡ് യശ്. പറയ്, ഗോൾഡൻ മൈക്കിൽ സംസാരിക്കണേ. എനിക്ക് ശരിക്കും വാക്കില്ല. ഐ മീൻ ഇറ്റ്സ് എ വെരി ബിഗ് മൊമെന്റ് ഫോർ മീ. എപ്പോഴും പറയുന്ന പോലെ ഞാൻ എൻ്റെ ജേർണി ഒക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ പ്രാക്ടീസും സാധകവും അതുപോലെ നമ്മളെ മെൻറ്റർ ചെയ്യുന്ന ഗ്രൂമേഴ്സും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും, അമ്മയച്ഛനും എല്ലാവർക്കും കുറെ താങ്ക്സ് അറിയിക്കുന്നു. കുറെ ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, അപ്പൊ ഷാനിക്ക പറഞ്ഞ പോലെ ഇനി നമുക്ക് ഫൈനൽസിൽ കാണാം. ക്വാർട്ടർ അല്ല, ഫൈനൽസിൽ വരട്ടെ എന്ന്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഫൈനൽസ് വന്നാൽ മാത്രം പോരാ, ജയിക്കണം, ഗപ്പടിക്കണം. പഠിക്കണം. സൂപ്പർ സ്റ്റാർ.